കൂട്ടേട്ടനൊക്കെ എന്നെ നിർത്തി പൊരിച്ചിട്ടുണ്ട് എൻ്റെ മുൻ സിനിമകളിൽ അസിസ്റ്റന്റ് ആയിരുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്തു, നമ്മളെ അല്ല അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു ബാലപാഠത്തിൻ്റെ കാലത്ത് കേട്ടിരുന്ന പഴികളെ, തെറ്റുകളെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഞാൻ ആതിരാതിര എന്ന് പറഞ്ഞ സിനിമയിൽ കുട്ടേട്ടൻ്റെ പൂര ചെയ്തിട്ടുള്ള ആളാണ്. ഇതേ കുട്ടേട്ടൻ നമ്മുടെ ക്രാഫ്റ്റിലേക്ക് വരികയും നമ്മളുടെ ഒരു ക്യാരക്ടറായി മാറുകയും നമ്മൾ പറയുന്നതിനെ സൂക്ഷ്മമായി കേട്ടിരിക്കുകയും ചെയ്തു. അപ്പോൾ എന്നെ പണ്ട് കുട്ടേട്ടൻ ചീത്ത പറഞ്ഞാണല്ലോ എന്ന് ആലോചിക്കേണ്ട അവസ്ഥയല്ല. കാരണം ഇതൊരു പ്രൊഫഷനായി മാറി നമ്മളത് പഠിച്ച് നമ്മളതിൻ്റെ എങ്ങനെയാണ് ആർട്ടിസ്റ്റിനെ ഡീൽ ചെയ്യേണ്ടത്. ഈ ആർട്ടിസ്റ്റ് ഡീലിംഗ് ആണ് ഏറ്റവും വലിയ പ്രശ്നം സിനിമയിൽ, മറ്റൊന്നുമല്ല. കാരണം ഏത് മൂഡിലാണ് ഇദ്ദേഹം എന്നറിയില്ല. ആ സമയത്ത് നമ്മൾ ഇവരെ കൊണ്ടുപോയി ഇവരെ ചിലപ്പോൾ എടുക്കുന്ന സീൻ താല്പര്യമില്ലാത്ത ചില ആർട്ടിസ്റ്റുകളുണ്ടോ, അത് പ്രകടിപ്പിക്കുന്നവരുണ്ട്, മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഇതിനകത്ത് ഏറ്റവും അടിപൊളിയായിട്ട് എനിക്ക് തോന്നുന്നത് സൈജു കുറുപ്പാണ്. അതാണ് സൈജു ഏട്ടൻ ഞാനുമായിട്ട് ഇത്ര ബന്ധം. സൈജു ഏട്ടൻ ഭയങ്കര സ്വീറ്റാണ്. മുത്തേന്ന് വിളിക്കുക, എടാ മുത്തേ, അത് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്നു മുത്തേന്ന് തന്നെ എന്നൊരു അസിസ്റ്റന്റ് ഡയറക്ടർ തോന്നും. അങ്ങനെയുള്ള നടന്മാർ ഉണ്ടാവണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ എൻ്റെ പാർട്ടാണ്, ഞാൻ ചെയ്യുന്ന പണിയുടെ ഭാഗമാണ്.